ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ട് അത് തെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ആശയപരമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ഗുരുതരമായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുകയാണ്. അന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുക, ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം, വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എന്താണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം നമുക്കറിയാമല്ലോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. നിയമങ്ങൾ കൊണ്ടുവരണം വന്ന എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. ഇതൊരു കള്ളപ്രചരണം. രണ്ടാമത്തത് എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളമല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുമില്ല. ഇല്ലാത്ത കഥ. മനസ്സിലാക്കിക്കോണം. ഇതൊന്നും അല്ല. എന്നിട്ട് കുറേ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക. മനസ്സിലായില്ലേ? പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യയാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യയാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതലേ ചെയ്ത്. ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയാണ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു. ഈ ഗവൺമെന്റ് ഒരു കത്തടപാട് കേന്ദ്ര ഗവൺമെന്റായി ആന കരിമ്പുംകാട്ടിൽ ഇറങ്ങിയതുപോലെ എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ സതീശൻ AKG സെന്ററിൽ കയറി നിരങ്ങിയതുപോലെ എന്നുള്ളതായിരുന്നു. സതീശൻ AKG സെന്ററിൽ കയറി നിരങ്ങിയതുപോലെ തല്ലി തകർക്കുകയായിരുന്നു സതീശൻ ഓരോ കള്ളങ്ങളെയും ഓരോ വ്യാജങ്ങളെയും. കൈരളിയും മൈരളിയും മരമുറിക്കാരനും കാട്ടുകള്ളനും വീരപ്പനും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന വ്യാജങ്ങളെ സതീശൻ തല്ലി തകർക്കുകയായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
മൂലം കടച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് പല വിധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ 10 വർഷം ആ കസേരയിൽ ഇരുന്നിട്ട് നടത്താൻ കഴിയാത്തത്, സാധിക്കാത്തത് വി.ഡി. സതീശൻ 10 ദിവസം കൊണ്ട് ചെയ്ത് കാണിച്ചു. കൃത്യമായി 27 ദിവസം, 27ാമത്തെ ദിവസം സതീശൻ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കി, പ്രാവർത്തികമാക്കി. അത് കണ്ടപ്പോൾ മൂലം കടച്ചില. അത് കണ്ടപ്പോൾ അളക്കാൻ നടക്കുന്ന ഒരു മഹതി ഉണ്ടായിരുന്നല്ലോ, അളക്കാൻ മറ്റൊരാളുടെ കൂടെ എല്ലാത്തിൻ്റെയും നീളം അളവെടുക്കാൻ നടക്കുന്ന മഹതി. ആ മഹതി പച്ച നുണ, മേക്കപ്പൊക്കെ ഇട്ട് വന്നിട്ട് പച്ച നുണ വിളിച്ച് പറയാ. 9 മണി മുതൽ 9 മണി വരെ പോരാ, 6 മണി മുതൽ 6 മണി വരെ വേണം. ഏത് 9 മണി, ഏത് 6 മണി? അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് മരമുറിക്കാരൻ്റെ ചാനലിൽ അതിനേക്കാൾ വലിയ നുണ. അങ്ങനെ നുണയുടെ കൂമ്പാരങ്ങൾ, എല്ലാ നുണകളെയും സതീശൻ ഒരു അരമണിക്കൂർ വാർത്താ സമ്മേളനം തകർത്ത് തരിപ്പണാക്കുക. ആന കരിമ്പങ്കാട്ടിൽ ഇറങ്ങി കയറിയതുപോലെ എന്ന് പറയുന്നത് പോലെ അതൊരു വേറെ ലെവലാട്ടോ. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചത്, കേരളത്തിൽ പലരും വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ? എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട് ചോദ്യങ്ങൾക്കിടയിൽ. പിണറായി വിജയൻ കോപാകുലനായിട്ട് ഷൗട്ട് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്, ആക്രോശങ്ങൾ നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സതീശൻ്റെ വാർത്താ സമ്മേളനം എന്താ അറിയോ? മറുപടി എന്ന് പറഞ്ഞാൽ നല്ല ചുട്ട മറുപടിയാ. ഇങ്ങോട്ട് വരുന്ന ആ പന്തിനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ അയാൾ ചവിട്ടി തെറിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൃത്യമായി അതിന് എന്താണ് കാര്യം? ഒന്നാമത്തെ കാര്യം ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാ. രണ്ടാമത്തെ കാര്യം വിവരമുണ്ട് എന്നുള്ളതാ. മൂന്നാമത്തെ കാര്യം അയാളുടെ കയ്യിൽ ഡാറ്റകൾ ഉണ്ട് എന്നുള്ളതാ. അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ മെനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് മോഹൻ ഭാഗവത് നടത്തിയ ഒരു RSSൻ്റെ പരിപാടി, ആ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നു. തൊട്ടു പിന്നാലെ വി.ഡി. സതീശൻ്റെ വിമർശനം വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിൻ്റെ വിമർശനം വരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേപോലെ കൊച്ചിയിൽ മോഹൻ ഭാഗവത് ജ്ഞാനസഭ എന്ന പരിപാടിയിൽ ഇതുപോലെ സെമിനാർ നടത്തി. അന്നും 4 VC-മാർ പങ്കെടുത്തു. ആ 4 VC-മാരും അന്നും അതിൽ പിണറായി വിജയൻ നിർദ്ദേശിച്ച ആളടക്കമുള്ള ആളുകൾ, VC ആയ ആളുകൾ, പിണറായി വിജയൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ VC ആയ ആളുകൾ പോലും അന്ന് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. പിണറായി വിജയൻ എഴുതിയോ, വിമർശിച്ചോ, ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടോ, ഒരു ചുക്കും ചെയ്തില്ല. പിണറായി വിജയൻ്റെ അണ്ണാക്കിൽ തള്ളിയിരിക്കുകയായിരുന്നു, പിരിവെട്ടിയിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ഡാറ്റകൾ കൃത്യമായിട്ട് സതീശൻ്റെ കൈകളിലുണ്ട്. ഇതിൽ സതീശൻ്റെ ഈ ഒരു 5 വർഷക്കാലത്തെ ഭരണത്തിൽ സതീശൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? എന്താണ്? ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായത് തന്നെയാണ് ഇപ്രാവശ്യം വരാൻ പോണത്. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ശരി. പക്ഷേ അവിടെ സതീശൻ്റെ പിടിവള്ളി എന്താണെന്നറിയോ? സതീശൻ്റെ പിടിവള്ളി ഈ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സതീശൻ്റെ പിടിവള്ളി. സതീശൻ്റെ കയ്യിലുള്ള മരുന്ന് അതാണ്. അത് വെച്ചിട്ട് സതീശൻ ആഞ്ഞടിക്കുക. ഇന്ന് പത്രക്കാർക്കും കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ, കൂട്ടിക്കൊടുപ്പുകാരുണ്ട് ഒരു കുറച്ചെണ്ണം, അവർക്കും വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. കടക്ക് പുറത്ത് നിന്നൊന്നല്ല, അവിടെ അവരെ ഇരുത്തിക്കൊണ്ട് അങ്ങ് അപമാനിക്കുക, നിർത്തി അങ്ങ് അപമാനിക്കുക. അത് തന്നെയാണ് സതീശൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് ചെയ്യേണ്ടതും അത് തന്നെയാണ്. കയ്യടി കൊടുക്കേണ്ട കാര്യമെന്ന് നിർത്തി അങ്ങ് അപമാനിക്കുക. അല്ലാതെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് വാതിലിന് പുറത്താക്കില്ല, അവിടെ നിർത്തിയിട്ട് അപമാനിച്ചങ്ങോട്ട് വിടുക. കൃത്യമായിട്ട്, വളരെ കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് സതീശൻ ഓരോ വാർത്താ സമ്മേളനത്തിലും വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൃമികീടങ്ങളുടെ അവസ്ഥ പറയണ്ടല്ലോ. കരച്ചിലോട് കരച്ചില. കരച്ചിലെന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരു വല്ലാതെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും തൂറാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അവറ്റകൾ കരയുന്ന രീതിയിലുള്ള കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ. പച്ച നുണ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക.
പച്ച നുണ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മര്യാദയില്ല, ഒരു മാന്യതയില്ല. വെറുതെ അല്ല ജനം അടിച്ചു മൂലക്കിരുത്തിയത്. ഇന്നിപ്പോ പിണറായി വിജയൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. കാണുമ്പോൾ പെറ്റ തള്ള. ഞാനിങ്ങനെ ആലോചിക്കുക, പിണറായി വിജയൻ്റെ അമ്മയെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മ നെഞ്ചു പൊട്ടി മരിച്ചേനെ. എന്താ കാരണം? കഴിഞ്ഞ 10 വർഷക്കാലം എന്തൊരു അഹങ്കാരമായിരുന്നു, എന്തൊരു ധാഷ്ട്യായിരുന്നു, പോക്കും വരവും ഒക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു. ഇന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ പിണറായി വിജയൻ നടക്കുന്ന ആ സീനൊന്ന് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊന്നും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം എന്താണെങ്കിലും വി.ഡി. സതീശൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം എല്ലാ അർത്ഥത്തിലും സഖാക്കളെ ചുരുട്ടിക്കൂട്ടി മൂലക്കടിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൊടുത്തു എല്ലെണ്ണത്തിനും കൃത്യമായിട്ട്. അത് എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ പിണറായി വിജയനിൽ നിന്ന് തുടങ്ങി, ഈ പറയുന്ന RSSലൂടെ വന്ന്, VCമാരിലൂടെ വന്ന്, പിണറായി വിജയനും ബിന്ദുവിലൂടെയും കറങ്ങിത്തിരിഞ്ഞു പോയി, KK ശൈലജയിലൂടെ വന്ന് അശ്ലീലം റഹീമിനും കൂട്ടർക്കും കൃമികീടങ്ങൾക്കും അടക്കം നൽകി, ഏറ്റവും ഒടുവിലായിക്കൊണ്ട് വേശ്യ മാധ്യമങ്ങളുടെ അണ്ണാക്കിൽ കൂടി അടിച്ചാപ്പ് കയറ്റിയിട്ടാണ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഈ പറയുന്ന ആന കരിമ്പും കാട്ടിൽ ഇറങ്ങിയതുപോലെ എന്നാണല്ലോ പറയാറ്. പക്ഷെ ഞാനതിനെ മാറ്റുകയാണ്. സതീശൻ AKG സെൻറ്ററിൽ കയറി മേഞ്ഞു, നിരങ്ങി, നശിപ്പിച്ചു, തല്ലി തകർത്തു സതീശൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് അല്ലേ, ഓരോ വ്യാജങ്ങളെയും സോഷ്യൽ മീഡിയകളിലൊക്കെ സഖാക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കൃമികീടങ്ങൾ, ഇനി കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ഇത്തരം ചില കൃമികീടങ്ങൾ, അങ്ങനെ എല്ലാ കൃമികീടത്തിനും കൊടുത്തു അല്ലേ. അതിൽ ഈ പറയുന്ന സൗജന്യ യാത്ര കണ്ടിട്ട് മൂലം കടച്ചിൽ, സൗജന്യ യാത്രയുടെ കണക്ക് പറയുമ്പോഴാണ് ഓരോ ദിവസവും ഈ ടിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ടേ, ടിക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, പൈസ വാങ്ങുന്നില്ല എന്നല്ലേ ഉള്ളൂ, ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങണം, ടിക്കറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന എത്ര യാത്രക്കാരുടെ എണ്ണം, അവർ ആവറേജ് എത്ര കിലോമീറ്ററാണ് യാത്ര ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഡാറ്റ വരുന്നുണ്ട്. ഈ ഡാറ്റ കാണുമ്പോൾ ഇപ്പുറത്ത് മൂലം കടയാണ്. കാരണം എന്താ, ഓരോ ദിവസവും ഇതിൻ്റെ സ്വീകാര്യത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെതിരെ കുത്തിത്തിരിപ്പ്, അതിനൊരു തിളക്കമുണ്ടല്ലോ, ഒരു പളപളപ്പുണ്ടല്ലോ, ആ തിളക്കം കെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു കൂടി കേരളത്തിലെ വേശ്യ മാധ്യമങ്ങളടക്കം നടത്തുക. എല്ലാത്തിൻ്റെയും മണ്ണാക്കിൽ തന്നെ സതീശൻ പൊട്ടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് കൂടുതൽ സമയം ഈ പറയുന്ന സഖാക്കളെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി കൊല്ലാനുള്ള പണി, അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.